dear friends. Welcome to Lakshmi Nayar's Travel Vlogs. നമ്മളിപ്പോൾ അംബാസമുദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിലേക്കൊക്കെ നോക്കിക്കോളൂ. ഇതാണ് അംബാസമുദ്രം എന്നുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ ആർച്ച് ഗേറ്റാണ്, എൻട്രി പോയിൻറ്റ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അംബാസമുദ്രം. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഹാർഡ്ലി 3 കിലോമീറ്റേഴ്സ്. അതായത് നമ്മൾ ഇപ്പം നിന്ന സ്ഥലം കല്ലടക്കുറിച്ചിയിൽ നിന്നും 3 കിലോമീറ്റർ അംബാസമുദ്രം. ഒരു നദിയുടെ അപ്പുറവും ഇപ്പുറവും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണണ്ടേ. അംബാസമുദ്രത്തിൽ എത്തിയപ്പോൾ തന്നെ ഓട്ടോ ചേട്ടനെ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ കാറ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് വഴി അറിയാത്തതുകൊണ്ട് ഈ ഓട്ടോ ചേട്ടനാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. കല്ലടക്കുടിശ്ശിയിലൊരു നല്ലൊരു ഓട്ടോ ആളുണ്ടായിരുന്നു. പുള്ളി എല്ലായിടത്തും കൊണ്ടുപോയി. ഇവിടെ നമ്മൾ അംബാസമുദ്രം. ഇതാണ് കട. തിരക്ക് നോക്കിയേ, ചെറിയ കട, ഹൽവ കട. ലാലാസ് എന്ന് പറഞ്ഞ സ്വീറ്റ് ഷോപ്പ്. ഷൺമുഖ വിലാസ് എന്നാണ് ശരിക്കുള്ള കടയുടെ പേര്. ലാലാസ് എന്ന് പറയും. ലാലാസ്. എനിക്കാണെങ്കിൽ റോഡ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്താലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുള്ളൂ. അത്ര പേടിയാണ്. ഇവിടെ കച്ചവടം പൊടി പോരും. ഇങ്ങനെ ആൾക്കാർ മേടിച്ചോണ്ടേയിരിക്കുന്നു. ഭയങ്കര പാർസൽ കൂടും. ഇവിടെ ഹൽവ അല്ലേ ഫേമസ്? ഹൽവ സ്പെഷ്യലും ഉണ്ട്, സാധായും ഉണ്ടോ? 50-50. ഇത് സാധായാ? ഇനി സ്പെഷ്യലുണ്ടോ? ആ, ഓ വീഴുമല്ലേ. ഇതിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകും കേട്ടോ, സൂക്ഷിച്ച് പിടിക്കണം. ഇത് സാധാ ഹൽവ, നല്ല ചൂടുണ്ട്. ഇത് തിരുനെൽവേലി ഹൽവക്കാട്ടിലും ഫേമസ്. ആ, ഈ നാട്ടിലെ ഫേമസ് ഹൽവ. ഇത് സ്പെഷ്യൽ അംബാസമുദ്രത്തിലെ സ്പെഷ്യൽ ഹൽവ. നോക്കൂ, രണ്ടും ഇങ്ങനെ തെന്നി പോണു. ഇത് സ്പെഷ്യൽ, കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ്. അയ്യോ, ഇത് കയ്യിൽ വയ്ക്കുമ്പോൾ അത് താഴെ പോകാൻ സാധ്യതയുണ്ട്. സ്ലിപ്പ് ചെയ്ത് പോകും. അത്ര സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആയിട്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നോക്കി, ഇതിലിപ്പോൾ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഒക്കെ ഇട്ട്. ഇതിന് അതൊന്നുമില്ല. ദിസ് ഇസ് നല്ല ചൂട്. ഒരു രക്ഷയില്ലാത്തത്. അടിപൊളി ടേസ്റ്റ്. അടിപൊളി പാൽ ഹൽവ അതെല്ലാം ഉണ്ട് കേട്ടോ. മിൽക്ക് ഹൽവ. ഇത് അടുത്തത്. ഇത് സ്പെഷ്യൽ ഹൽവ. വിത്ത് മുന്തിരിപ്പരിപ്പ് എന്നാണ് അവർ പറയുന്നത്. അണ്ടിപ്പരിപ്പിന് വെരി ഗുഡ്. അമ്മ, എന്ത് ടേസ്റ്റാണ്. എനിക്ക് സ്പെഷ്യൽ കൂടുതൽ ഇഷ്ടമായി. എന്താ അല്ലേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ? സൂപ്പർ. തിരുനെൽവേലി ഹൽവ എന്ന് പറഞ്ഞാൽ അംബാസമുദ്രം ഹൽവ. ഷൺമുഖ വിലാസ് ലാല ഷോപ്പ്. ഇത് ഓപ്പോസിറ്റ് കോർട്ട്. ഇവിടുത്തെ കോടതിയുടെ ഓപ്പോസിറ്റാണ്. ടേസ്റ്റ്. ഞാൻ മധുരത്തിൽ ഇങ്ങനെ മത്ത് പിടിച്ചിരിക്കുന്നു. താങ്ക് യു. ഇത് 100 വർഷം പഴക്കമുള്ള ഹൽവ ഷോപ്പാണ്. യാദൃശ്യമായിട്ട് നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു ഇവിടെ. മറിയ സല്ലു പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പർ ഉണ്ടല്ലോ ദുബായിലെ. പുള്ളിക്കാരിയുടെ ഒരു വലിയ ഫ്രണ്ടാണ്. അവരും ദുബായിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ വെക്കേഷൻ വന്നത്. അംബാസമുദ്രത്തിലാണ് അവരുടെ പാരൻസിൻ്റെ ഹൗസ്. അപ്പോൾ തിരിച്ചു പോകാം. അങ്ങനെ അംബാസമുദ്രത്തിൻ്റെ കവാടം എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റ് വേ ആണ് ആ കോട്ട. അത് കടന്നകത്തേക്ക് വരുമ്പോൾ പിന്നെ അറിയാമല്ലോ, ഒരു ടൗൺ ഏരിയ ഉണ്ട്. പിന്നെ ഈ ടൗണിനോട് ചേർന്ന് തന്നെ ഗ്രാമപ്രദേശം, അതായത് കൃഷിയിടങ്ങൾ. ഇത് നോക്കിയാൽ ഞാൻ നടക്കുന്ന സ്ഥലം ബ്യൂട്ടിഫുൾ അല്ലേ. ഈ 2 സൈഡിലും മരങ്ങൾ. ഇത് മരുത് മരം എന്നാണ് അവർ പറയുന്നത്, മരുത് മരങ്ങൾ. പിന്നെ ഈ സ്ഥലം കൂടി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. മുതൽവൻ എന്ന് പറഞ്ഞ മൂവിയില്ലേ, അർജുൻ ഹീറോ ആയിട്ടുള്ള മനീഷ കൊയ്റാളയെല്ലാം. അപ്പോൾ അതിൽ ഒരു നാൾ മുതൽവനായ, അതായത് ഒരു ദിവസത്തെ മുഖ്യമന്ത്രിയായ അർജുനെ
ഗേൾഫ്രണ്ടിനെ കാണാനായിട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പുറകെ ഫോളോ ചെയ്ത് പോലീസുകാരിങ്ങനെ ഷാഡോ ആയിട്ട് വരില്ല, അവരിങ്ങനെ ഒളിച്ചു നിന്ന് മരങ്ങളുടെ ഇടയിലൊക്കെ നിന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഈ റോഡിലായിരുന്നു അതിൻ്റെ ഷൂട്ട് നടന്നത്. ഇനി ആ സിനിമ ഒന്നുകൂടെ കണ്ടു നോക്കണം, അപ്പോൾ അറിയാം. ഇതിങ്ങനെ ഞാൻ കേട്ടതാണ്, അങ്ങനെയാണ് പറഞ്ഞത്. ഇത് ഭംഗി, പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇങ്ങനെ മരങ്ങൾ രണ്ട് സൈഡിലും, മരുതുമരം, കാറ്റ്, വെളിച്ചം, വാവ്. രണ്ട് സൈഡിലും പാടങ്ങൾ, പിന്നെ ആ സൈഡിലേക്ക് നോക്കിയാൽ മലനിരകളും കാണാം. ഒരു സൈഡിലായിട്ട് ഇടയ്ക്ക് നടുക്കൊരു ചെറിയൊരു കോവിലുണ്ടാകും. ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഇത്രയും ഭംഗിയല്ലേ, എന്താ രസം. കിളികളുടെ ശബ്ദം, ഫ്ലോറ ആൻഡ് ഫോണ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നേച്ചേഴ്സ്. ഒരു എന്താ പറയുക, ഒരു നേച്ചേഴ്സ് പാരഡൈസ് പോലെ ഇരിക്കുന്നത്. ഏറ്റവും ബാക്കിലായിട്ട് മലനിരകളാണ്. ഇങ്ങനെ ചുറ്റോട് ചുറ്റും മലനിരകളാണല്ലോ. പിന്നെ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്ലെയിൻ ലാൻഡ്സ് ഒരുപാടുണ്ട്, നിരപ്പായ സ്ഥലം, ചുറ്റുമാണ് മലകൾ. ഓക്കെ, ഇനി തിരിച്ച് കാർ കയറുന്നു. കാണുന്ന വഴിക്കൊക്കെ നിർത്തുകയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ. നമ്മളിങ്ങനെ കണ്ട് നടക്കുകയാണ്. ഇതാണ് അംബാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, ഇറിച്ചുടയാർ ടെമ്പിൾ എന്ന് പറയും. ഇറിച്ചുടയാർ ടെമ്പിൾ. ഇതിൻ്റെ പ്രധാന ഡൈറ്റി എന്ന് പറഞ്ഞാൽ ശിവഭഗവാനാണ്. കാശീശ്വര എന്നൊക്കെ വിളിക്കാറുണ്ട്, കാശി പനാതാർ അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ഇത് ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ്. പണ്ട് കാലത്ത് എൻറ്റയർ ടെമ്പിൾ കോംപ്ലക്സിനെ പറയുന്നത് തിരുച്ചലയാതുരൈ കോയിൽ എന്നായിരുന്നു. താമരഭരണി നദിയുടെ നോർത്തേൺ ബാങ്കിലാണ് ഈ ഒരു ക്ഷേത്രമൊക്കെ ഉള്ളത്. രാജേന്ദ്ര വണ്ണിൻ്റെ കാലഘട്ടത്തിലാണ് ചോള രാജാവ്, ഏകദേശം ആ കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ഷേത്രം പണിതതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്രത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. എരിച്ചുടയാർ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ശിവഭഗവാന്റെ ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രം അതിൽ കെട്ടും കാണുന്നുണ്ടല്ലോ, ഭയങ്കര വലിയ ഗോപുരവും. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നട തുറന്നിരിക്കുന്ന സമയമല്ല, അതുകൊണ്ട് അകത്ത് കയറി പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല, പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. വലിയ ഗോപുരം, ഇൻട്രിക്കേറ്റ് വർക്ക്സ്, സ്കൾപ്ചർ വർക്ക്സ് ധാരാളം. വളരെ പഴക്കം ചെന്ന ക്ഷേത്രം. ഇപ്പോഴാണ് ഈ കളേഴ്സൊക്കെ വന്നിട്ടുള്ളത്. പണ്ട് ജസ്റ്റ് ഗ്രാനൈറ്റ് കല്ലിൽ മാത്രം കൊത്തിയെടുത്തതാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇതും ഒരു നടയാണ്. ഇവിടുത്തെ ഭഗവാനെ എല്ലാം എഴുന്നള്ളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നല്ല ഈ നടയിലൂടെയാണെന്ന് പറഞ്ഞത്. ഇതിങ്ങനെ നടന്ന് നേരെ പോകുന്നത് താമരഭരണി നദിയുടെ കരയിലേക്കാണ്. ഇതാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞത്. ആ സൈഡെന്ന് പറയുമ്പോൾ കല്ലടക്കുറിച്ചി, ആ ബാങ്ക്സിൽ നോക്കുമ്പോൾ ഈ ഗോപുരവും കാണാം, നദിയും കാണാം. ഇപ്പോൾ ഇവിടെ നിന്ന് പടിക്കെട്ടുകൾ ഇറങ്ങിയാൽ നേരെ നദിയിലേക്ക്. അതാ പറഞ്ഞത്, താമരഭരണി നദിയുടെ നോർത്തേൺ ബാങ്കിലാണ് ഈ ക്ഷേത്രം. താമരഭരണി നദി ഒഴുകുന്നു. ആ അണക്കെട്ട് ഭാഗത്തുനിന്നും ഓപ്പൺ ചെയ്ത് വിടുന്ന താമരഭരണി നദിയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അയ്യോ, താമരഭരണിയിലേക്ക് കാൽ നനയ്ക്കാനായിട്ട് നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ വെള്ളത്തിന്. ഇങ്ങോട്ടല്ലേ ഒഴുകുന്നേ. പടിക്കെട്ടുകൾ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വന്ന് ആ സൈഡ് കല്ലടക്കുറിച്ചി, ഈ നദിയുടെ അപ്പുറത്തെ സൈഡ്. ഇപ്പുറത്തെ സൈഡാണ് അംബാസമുദ്രം. ആ വ്യത്യാസമുണ്ട്. വാ, ഭയങ്കര ഫോഴ്സ് വെള്ളത്തിന്. നല്ല തണുത്ത വെള്ളം, അതിമനോഹരമല്ലേ. ആ സൈഡൊക്കെ നല്ല രസമാണ്. അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. ഇതൊരു പാലത്തിൻ്റെ മുകളിൽ കൂടി ട്രെയിൻ ഇടയ്ക്ക് ഇങ്ങനെ ആ സൈഡിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അപ്പോൾ വെള്ളത്തിൽ കാലിട്ടിരിക്കുമായിരുന്നു, അതൊക്കെ കാണിച്ചു തരാൻ പറ്റും. കയറാം തിരിച്ച്. കൽമണ്ഡപം നോക്കിയേ, വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കൽമണ്ഡപം. ഒരു ഹോളി ബാത്ത് എടുക്കണമെന്നുള്ളവർക്ക് ഇവിടെയും മുങ്ങി കുളിക്കാം. ഇവിടെ കുളിച്ചിട്ട് ക്ഷേത്ര ദർശനത്തിന് പോവാം. വലിയ മതിൽക്കെട്ട് ഇവിടെ നോക്കുമ്പോൾ കാണാം. ഹ്യൂജ് വാൾ കണ്ടില്ലേ, ടെമ്പിൾ വാൾ. ഇവിടെ തൊട്ട് അവിട്ടം വരെ ഉണ്ട്. ആ ഗോപുരം, ഫസ്റ്റ് ഗോപുരത്തിൻ്റെ ആ ഭാഗം വരെ. നമ്മൾ അവിടെ നിന്നാണ് നടന്ന് ഈ പടിക്കെട്ടുകൾ ഇറങ്ങി താമരഭരണിയിലേക്ക് ഇറങ്ങിയത്. ഇവിടെ ഒരു നാഗരാജ പ്രതിഷ്ഠ, കുറേ നാഗഭഗവാന്മാർ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. என்ன இருக்கு? ചോക്കോബാറാ അതോ സ്റ്റിക്കാ? മിൽക്ക് സ്റ്റിക്ക് ഇരിക്കും. കപ്പല്ല ഇങ്ങനെ മിൽക്ക് സ്റ്റിക്ക് ഇല്ലേ? അയ്യേ അതല്ല, സിപ്പപ്പ് ആണെങ്കിൽ അവിടെ കിട്ടും അല്ലേ? ഓക്കെ. സിപ്പപ്പ് എന്നാ വില? 10 രൂപ. ഓക്കെ. സിപ്പപ്പ് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ ഇവിടെ.
പൈനാപ്പിൾ കട്ട് ചെയ്ത് തരാം. ഒരു കോൺ കിടക്കും. വാനില വെനില എന്നാ വില? 20 രൂപ. ഓക്കെ, 20 റുപ്പീസ്. ഇനി കാറിലേക്ക് പോകാം. അങ്ങനെ അംബാസമുദ്രത്തിലെ മറ്റൊരു പ്രധാന സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഇതൊരു വലിയ പാലമാണ്. പാരലായിട്ട് അപ്പുറത്തെ സൈഡിലൊരു പാലമുണ്ട്. അപ്പോൾ ഈ ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പാരലായിട്ട് വേറൊരു പാലമുണ്ട് കേട്ടോ. അവിടെയാണ് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് പാത്വേ പോലെ. ഇത് നമ്മൾ താമരഭരണി നദിയുടെ കുറുകെയുള്ള പാലമാണ്. ഇത് അന്യൻ സിനിമയിലെ ഒരു പാട്ട് രംഗം ചിത്രീകരിച്ച സ്ഥലമാണ്. ഇനി ഈ പാലത്തിനെ താഴെ നിന്ന് നോക്കുക. താഴെ നോക്കുക. ഇവിടെ കംപ്ലീറ്റ് എല്ലാവരും വെള്ളത്തിൽ കുളിക്കുവാണേ. താഴേക്ക് പോകാനൊരു വഴിയുണ്ട്. അവിടെ പടിക്കെട്ടുകളുണ്ട്. ഇവിടെ എല്ലാം വെള്ളത്തിന് വലിയ താഴ്ചയൊന്നും ഇല്ലാതെ നോക്കി എല്ലാവരും ഇവിടെ ഇഷ്ടം പോലെ കുളിക്കടവുകളാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ്. അത് റെയിൽവേ ട്രാക്കാണ് തോന്നുന്നു. ആ കാണുന്ന അതുവഴി ട്രെയിൻ പോവും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പാലമാണ് പെയിൻ്റ് അടിച്ചത്. കംപ്ലീറ്റ് പെയിൻറ്റിങ്സാണ്. ആ പാട്ട് സീൻ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അന്യൻ സിനിമയിൽ. അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ദേ ശിവഭഗവാന്റെ ആ വലിയ ടെമ്പിളിൻ്റെ ഗോപുരവും കാണാം. എല്ലാം ഇങ്ങനെ. ദിസ് ഈസ് താമരഭരണി. അതിൻ്റെ നോർത്തേൺ ബാങ്കിൽ ശിവഭഗവാന്റെ ആ ടെമ്പിൾ. പിന്നെ ഇവിടെ നിന്ന് വെള്ളത്തിന് ആഴമില്ല. നോക്കി ഈ പാലത്തിൻ്റെ തൊട്ട് താഴെ കുറേ ആൺകുട്ടികൾ ഇരിക്കുന്ന ആണുങ്ങൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്ര വെള്ളമേ ഉള്ളൂ ആ ഭാഗത്ത്. പക്ഷേ ഇവിടെ ഒന്നും അത്ര ഡീപ്പല്ല ഈ സമയം. ഇവിടെ കൂടി പടിക്കെട്ടുണ്ട്. നോക്കിക്കോളൂ ഇടത് സൈഡിൽ ആൽമരത്തിൻ്റെ ചോട്ടിൽ ചെറിയ ഒരു നാഗരാജാവിൻ്റെയൊക്കെ പ്രതിഷ്ഠയും കാര്യം. അവിടെ നിന്ന് പടിക്കെട്ടിറങ്ങിയാൽ ഈ വെള്ളത്തിലേക്ക് പ്രവേശിക്കാം. പടിക്കെട്ടുകളുണ്ട് വെള്ളത്തിലേക്ക്. പിന്നെ ഈ പാലത്തിൽ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കാം, റിലാക്സ് ചെയ്യാം. ഇതൊരു വാക്കിംഗ് ബ്രിഡ്ജാണ്. സോ നൈസ്. ഈ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കൂടി കാണിച്ചത്. അതാണ് ആ മൂവിയിൽ പെയിൻറ്റ് ചെയ്ത ബ്രിഡ്ജാണ്. വാവ്, യെസ്. ഈ പാലത്തിൻ്റെ ആ 2 കൈവരി നിറച്ചാണ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നത് അന്യനിലെ പാട്ട് സീനിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ പെയിൻറ്റിങ് എല്ലാം കുറേ പോയി എന്ന് പറയുന്നത്. ഒന്നും കാണുമോയെന്ന് അറിയില്ല. അവിടെ ഇറങ്ങി നോക്കാം. ഇത് നോക്കൂ, നമ്മുടെ ഞാവൽ മരം, ജാമുൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇത് പിള്ളേർ മണ്ടയ്ക്ക് കയറി പറിക്കാനായിട്ട്. ഇത് ആ ജാമുനാണോ? അല്ല, വ്യത്യാസമുണ്ട്. ഒരു റെഡ് കളർ, കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. ഇത് പഴുക്കുമ്പോൾ അത് കറക്റ്റ് ഡാർക്ക് കളറാണ്. ഇത് ഷേപ്പ് ഇച്ചിരി ഉരുണ്ടായിരിക്കണം കേട്ടോ. ഞാവൽപ്പഴം. പിള്ളേർ വലിഞ്ഞു കയറി. ഇപ്പോൾ പെയിൻറ്റിങ്സ് എല്ലാം കുറേ ഇളകി. കുറച്ച് പച്ച, മഞ്ഞ, പിങ്ക് ഒക്കെ കുറച്ച് കാണാം. പക്ഷെ ഇവിടെ ഫുൾ കളർഫുള്ളായിരുന്നു ഈ പാലം. ഇപ്പോൾ നമ്മൾ അംബാസമുദ്രത്തിൽ നിന്നൊരു 10 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ഇത് കല്ലടക്കുറിച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലൂടെയുള്ള റോഡിലാണ്. ഇത് ഇങ്ങോട്ടേക്കുള്ള റൂട്ട്. ഇപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത് കിടക്കുകയാണ്. ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ കല്ലടക്കുറിച്ചിയിൽ നിന്നും അംബാസമുദ്രം. ഇപ്പോൾ അംബാസമുദ്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചാലും കല്ലടക്കുറിച്ചിയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൂടെ വന്നു കഴിഞ്ഞാലാണ് മണിമുത്താറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ തുറസ്സായ കണ്ടില്ലേ മലനിരകൾ. ഇത് വെസ്റ്റേൺ ഗാട്ട്സ് അല്ല, അത് ഇതിൻ്റെയൊക്കെ പിന്നിലാണ്. അവിടെയാണ് വരുന്നത്. ഇത് ഇവിടുത്തെ കുറച്ച് മൗണ്ടൻസാണ്, റോക്സ് ഇങ്ങനെ തുറന്ന് കിടക്കുന്നൊരു സ്ഥലം. ഓക്കെ, കുറേ പാഴ്ചെടികളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെ ആൾക്കാരുടെ താമസമൊക്കെ കുറവാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 8-10 കിലോമീറ്ററിനുള്ളിൽ മണിമുത്താറിൻ്റെ പ്രത്യേകത അവിടുത്തെ ഡാം സൈറ്റാണ്. അപ്പോൾ മണിമുത്താർ ഡാമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്കിങ്ങനെ അടുത്തടുത്ത സ്ഥലങ്ങൾ. പിന്നെ പാപനാശമുണ്ട്. പാപനാശം ഇതിൻ്റെ അടുത്ത്, എല്ലാം അടുത്തടുത്താണ്. ഇതെല്ലാം ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് കണ്ട് പോകാം. എന്ത് നല്ല
അങ്ങനെ നമ്മൾ മണിമുത്താറിലെ ഡാംസ്, ഇതൊരു ഹ്യൂജ്, ഒരു വലിയ ഡാമാണ് കേട്ടോ. നോക്കൂ ഇതിൻ്റെ ഷട്ടർ സ്പേസ് നോക്കിയേ. ആഹാ, ഇപ്പോൾ ഷട്ടർ തുറക്കുന്ന സമയമാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി. എൻ്റെ അമ്മേ, വെള്ളം ഇങ്ങനെ പാഞ്ഞ് വരുന്നത് കാണാം. ആ കാച്ച്മെൻറ്റ് ഏരിയയും പിന്നെ ഇതാ ഷട്ടർ, ഇങ്ങോട്ട് വെള്ളം തുറന്നു വിടുന്ന. എന്ത് ഭംഗിയല്ലേ ബാക്കിലിങ്ങനെ. ഒന്ന് ഇമാജിൻ ചെയ്യുമോ അവിടെ ആ ഷട്ടർ തുറക്കുന്ന സമയമാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? നല്ല ഭംഗിയായിരിക്കും. കാറ്റെന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡ്. ഒരു വലിയൊരു അണക്കെട്ടാണ് കേട്ടോ ഇത്, മണിമുത്താർ ഡാം. അപ്പോൾ വെള്ളം അത്രയും നിറഞ്ഞു കഴിയുമ്പോഴാണ് ഇത്ര, അവർക്കൊരു കണക്കുണ്ടല്ലോ, അത് കഴിയുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്ത് വിടുന്നത്. ഷട്ടേഴ്സ് വിൽ ബി ഓപ്പൺ. അപ്പോൾ സൈറണൊക്കെ മുഴക്കിയിട്ടാണ് ഇതുവഴി വെള്ളം ഇങ്ങനെ പോകുന്ന റൂട്ടിലുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണമല്ലോ. മണിമുത്താർ ഡാം സൈറ്റും ഒരു മനോഹരമായ ലൊക്കേഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും സിനിമ ഷൂട്ടിംഗ് എല്ലാം നടന്നിട്ടുണ്ടാകാം. എന്തായാലും ബ്യൂട്ടിഫുൾ ഒരു വാക്കാണ്, വലിയ തിരക്കൊന്നുമില്ല. നല്ലൊരു ബ്രിഡ്ജും ഡാമിൻ്റെ ആ ഒരു ഏരിയയൊക്കെ കാണുമ്പോൾ ബ്ലൂ സ്കൈ ആൻഡ് സോ ബ്യൂട്ടിഫുൾ. ഒരു നല്ലൊരു വാക്ക്. അങ്ങനെ താഴെ കുറച്ച് നേരം കറങ്ങി നിന്നിട്ട് നേരെ അണക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞു. എന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്നറിയാമോ ഇവിടുത്തെ ഈ ഒരു കാഴ്ച. അയ്യോ എന്ത് രസമാണ്. കുറച്ച് കയറാനുണ്ട് കേട്ടോ, കുറച്ച് പടി കയറുകയാണെങ്കിലും കുറച്ചുണ്ട്, അതുപോലെ നടന്ന് അല്ല സ്ലോപ്പ് വഴി കയറുകയാണെങ്കിലും അല്പം അധ്വാനം ഉണ്ടാവും. നല്ല എക്സസൈസ് ആണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മണിമുത്താർ അണക്കെട്ട് എന്ത് ഭംഗി അറിയോ കാണാൻ. ഇത് തിരുനെൽവേലി ജില്ലയിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ്. 1958 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കെ കാമരാജും KT കോസൽറാം MPയും ചേർന്ന് സിംഗംപട്ടി, കല്ലടക്കുറിച്ചി എന്നിവയ്ക്ക് സമീപം മഴക്കാലത്ത് മഴവെള്ളം ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടലിൽ കലരുന്നത് തടയാനായിട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത്. അണക്കെട്ടിൻ്റെ ആകെ നീളം 3 കിലോമീറ്ററാണ്. ഇതിലെ ജലം ഏകദേശം 6 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് കല്ലടക്കുറിച്ചിയിൽ താമരഭരണി നദിയിൽ ചേരുന്നത്. തിരുനെൽവേലി ജില്ലയിലെ പച്ചയാറിൽ നിന്നും ജലസേചനം ലഭിക്കാത്ത നങ്കുനേരി താലൂക്കിൻ്റെ വടക്കൻ ഭാഗത്തെയും തിസയൻവിള, തെക്കൻ വിരവന്നല്ലൂർ, കരിസ്പാൽപട്ടി എന്നിവിടങ്ങളിലെയും ഏകദേശം 65,000 ഏക്കർ പ്രദേശങ്ങളിൽ ഈ ഡാമിൽ നിന്നാണ് അവിടേക്ക് വെള്ളം കിട്ടുന്നത്. ഇനി രമണ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫേമസ് കടയുണ്ട് പറഞ്ഞു, വെജിറ്റേറിയൻ. ആ ഭാഗത്തേക്ക് പോകാം. 2 ഹോട്ടൽ അടുത്തടുത്ത്. രമണ വെജിറ്റേറിയൻ വെരി ഫേമസ്. തൊട്ടിപ്പുറത്ത് നോൺ വെജ് സമീന്ദാർ. ഭയങ്കര തിരക്ക് അവിടെ. ഓക്കെ, സമീന്ദാർ അതിൻ്റെ അപ്പുറത്ത്. ഈ തിരക്ക് കാണുന്നതാണ് രമണ, അവരുടെ ഓഫീസാണത്. തൊട്ടപ്പുറത്ത് ഓഫീസ്, ഇത് രമണ. ഇത് ഇവിടെ ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈമാണ്. അപ്പോൾ ഇവിടുത്തെ ഉച്ചയുള്ള മീൽസൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൂട് ഒണിയൻ പക്കോട, പനീർ പക്കോട, പിന്നെ ഗോബി 65 ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കോഫി, ഫിൽറ്റർ കോഫി, പിന്നെ ഒരു മരുന്ന് കാപ്പിയുണ്ട്, ചുക്ക് കാപ്പി പോലെ. ഞാൻ ഒരു ചുക്ക് കാപ്പിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ നാട്ടിച്ചക്ക് ഈ എന്താണ് പനങ്കൽക്കണ്ടൊക്കെ ഇട്ടിട്ടുള്ള കോഫി തരാമെന്ന് പറഞ്ഞു. ഇത് ചൂടായിട്ട് കഴിയും. നൈസ്, അടിപൊളി. ഇനി പനീർ പക്കോട രണ്ടും വേണം, എല്ലാം വേണം. ചൂട് ഗോബി 65 എത്തിക്കഴിഞ്ഞു. നാരങ്ങ നീര് നിങ്ങൾ കഴിക്കണ്ടേ? നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ചൂട് വെരി നൈസ്. ഉള്ളിയുടെ ഒരു പീസ്. കൊള്ളാം. ചിക്കൻ 65 കഴിക്കുന്നവരുണ്ട്. ചൂടായിട്ട് വന്നുകൊണ്ടിരിക്കുക ഓരോന്നായിട്ട്. ഒണിയൻ പക്കോട, ഗോബി 65 ജസ്റ്റ് അടിപൊളി. ബീഫ് പക്കോട അഗെയിൻ ഹോട്ട്. സോഫ്റ്റ് പനീർ, അകം സോഫ്റ്റ്, പുറം നല്ല ക്രിസ്പി.
വെരി ടേസ്റ്റി. മുളക് കാപ്പി പറഞ്ഞു റെക്കമെൻഡ്. മുളക് പാലാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. മുളക് പാൽ, അതായത് നമ്മൾ ടേമറിക് മിൽക്ക് കുടിക്കില്ലേ, പനി ജലദോഷം തൊണ്ടവേനൊക്കെ വരുമ്പോൾ അതുപോലത്തെ സംഭവമല്ല. ഇവിടെ നോക്കാം ഇവരുടെ എങ്ങനെയാണ്. എല്ലാം ഒരു നോൺ വെജ് ടേസ്റ്റാണ്, പക്ഷേ വെജാണ്, പ്യുവർ വെജ്. സാധാരണ പക്കോറാസ് എന്ന് പറയുമ്പോൾ ചില കടകൾ ഭയങ്കര മാവായിരിക്കും ഔട്ടൊക്കെ വരും. പക്ഷേ ഇത് അങ്ങനെയല്ല. മാവ് ഇങ്ങനെ ഒരുപാട് ഓവറല്ല, വളരെ ക്രിസ്പിയായിട്ട് തിൻ ലെയർ ഓഫ് മാവേ ഉള്ളൂ. ഇതിനാണെങ്കിൽ എല്ലാത്തിനും അങ്ങനെയാണ്. നല്ലൊരു റെസിപ്പിയാണിത്, അവർ ഫോളോ ചെയ്യുന്നത്. പനീർ മൈ ഫേവറേറ്റ്, ഏറ്റവും ഇഷ്ടമായത് പനീറാണ്. എല്ലാം ഒരുപോലെ നല്ലതാണ്. ഇത് ഇവിടെ വൈകുന്നേരം ചെന്ന ഭട്ടൂര കിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം പൂരി, വട, പിന്നെ ദോശ ഐറ്റംസ്, ഇഡ്ഡലി അങ്ങനെയെല്ലാം കിട്ടും. വൈകുന്നേരം സ്പെഷ്യലാണ് ചെന്ന ഭട്ടൂര. പിന്നെ ഇവരുടെ തന്നെ ഒരു ഷോപ്പ് തൊട്ടപ്പുറത്തുണ്ട്. അവിടെ ചൂടായിട്ട് ഹോട്ടായിട്ട് ഔട്ട്ഡോർ പോലെയാണ്. നമുക്ക് കാറിലൊക്കെ ഇരുന്ന് കഴിക്കാം, മേടിച്ച്. ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, ടീ ഷോപ്സ് ഇല്ല. അതുപോലെ അംബാസമുദ്രം വേണം, ഓർത്തോ കേട്ടോ പേര്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വരാൻ പറ്റും. നല്ല റെസ്റ്റോറൻറ്റ് വെജ്. മുളക് പാൽ വന്നു. ഇവിടെ ഒരു ആംബിയൻസിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നത്. ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു ആംബിയൻസാണ്. ഓക്കെ, അതാണ് ഈ വോയിസ് ഡിസ്റ്റർബൻസ് തോന്നുന്നത്. കുറച്ച് പാൽ എക്സ്ട്രാ ഉണ്ട്, നമ്മുടെ ഫിൽറ്റർ കോഫി പോലെ. മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ട്, മഞ്ഞ നിറത്തിലെ മുളക് പാൽ. ഇത് തൊണ്ടയ്ക്കെല്ലാം വളരെ നല്ലതാണ്. എന്തെങ്കിലും ത്രോട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി എല്ലാം കൂട്ടുന്ന സംഭവമാണ്. കുടിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഹോട്ട്. ഹായ്, നൈസ് ടേസ്റ്റ്. അച്ഛാ, നൈസ്. ഗുഡ് ഫുഡ്, ഗുഡ് സർവീസ്, ഗുഡ് ഹോട്ടൽ. പാലായി കുടിക്കാത്ത ഞാനാണ്, പക്ഷേ എനിക്ക് ഈ മുളക് പാൽ ഇഷ്ടമായി. സെമ്മയിരിക്കെ അടിപൊളി. ഇതിൽ കുരുമുളക് എല്ലാം ഉണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടി. താഴെ നോക്കിയാൽ അറിയാം. സോ ഇഷ്ടംപോലെ പെപ്പർ പാൽ. ഇനി ഇവിടുന്ന് ബില്ലെല്ലാം കൊടുത്തിട്ട് ഇറങ്ങണം. വൈകുന്നേരമായി, ഇപ്പോൾ സമയം തന്നെ 5 മണി കഴിഞ്ഞു, 5:30 ആകാൻ പോകും. ഇനി സ്ട്രെയിറ്റ് ടു തൂത്തുക്കുടിയിൽ രാത്രി എത്തും. 90 കിലോമീറ്റേഴ്സ്, പക്ഷേ സൺസെറ്റൊക്കെ ആവും. അതുകൊണ്ട് ഓൺ ദ വേ എത്ര കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ബൈ, താങ്ക് യു. ഇനിയിപ്പോൾ ലേറ്റായി. തൂത്തുക്കുടിയിലേക്കുള്ള ഓൺവേർഡ് യാത്രയാണ്. കാറിലേക്ക് കയറാം. അംബാസമുദ്രത്തിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു കേട്ടോ. ഇവിടെ വിടുകയാണ് അംബാസമുദ്രം. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റിയില്ല. അതേ നോക്കൂ, സോ ബ്യൂട്ടിഫുൾ. അതായത് നമ്മൾ പോയ ക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ ശിവ ടെമ്പിൾ, അംബാസമുദ്രത്തിലെ ഏറ്റവും ഫേമസ് ടെമ്പിൾ. അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ ആ താമരഭരണി റിവർ ഏരിയ കണ്ടത്. അതിൻ്റെ നോർത്ത് സൈഡ്, അതായത് നോർത്ത് സൈഡിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഇത് ആ ഗോപുരം എവിടെ നിന്നാലും കാണാം. അതിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് പച്ച പാടശേഖരങ്ങൾ. പുറകിലോട്ട് നോക്കൂ, വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ മലനിരകൾ, മേഘങ്ങൾ. ഇപ്പോൾ സമയം വൈകുന്നേരം 5:30 മണി. ഇതാണ് ഇവിടുത്തെ സീൻ. കാറ്റെന്ന് പറഞ്ഞാൽ എന്നെ പറത്തിക്കൊണ്ട് പോണ കാറ്റ്. ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, പുൽച്ചെടികൾ ആടി ഒലയുന്നത്. ആ ഒരു കാറ്റിൻ്റെ ആ ഒരു ഭംഗിയാണ്, ആ ഗ്രാസും എല്ലാം. സൂര്യൻ്റെ ഇപ്പോൾ മേഘങ്ങളുടെ ഇടയിലുണ്ട്. ഇനി അധികം താമസിക്കാതെ താഴേക്ക് വരും. പക്ഷേ ഇത്രയും ഭംഗിയുള്ളൊരു ഗോപുരം, ഈ പച്ചപ്പിനിടയിൽ ആ ഗോപുരം നിൽക്കുന്ന കാണുന്നതിൻ്റെ ഒരു വ്യത്യാസം, ഇറ്റ്സ് ഒരു വാക്കുകളില്ല. ഒരു മാസ്റ്റർ പീസ് പെയിൻറ്റിങ് പോലെയുണ്ട്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് മാതിരി. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ചയിൽ വെച്ച് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഓൺ ദ വേ നമുക്ക് കാഴ്ചകൾ കിട്ടുമോയെന്ന് അറിയില്ല. കാര്യം സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. തൂത്തുക്കുടിയിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ എത്താറാകുമ്പോൾ ഉപ്പ് പാടങ്ങളാണ് കുറേ കാണാൻ സാധ്യത. പക്ഷെ അത് ലൈറ്റ് പോയി കഴിഞ്ഞാൽ പറ്റില്ല. ഞാൻ എന്തായാലും തൂത്തുക്കുടി എത്തുമെന്ന്. ആ ഉപ്പുപാടങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്തെങ്കിലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കാണിച്ചാൽ. അവിടുത്തെ മന്ത്രധ്വനികളൊക്കെ കേൾക്കാം ക്ഷേത്രത്തിൽ നിന്നും. വൈകുന്നേരം സന്ധ്യാസമയം ആകാൻ പോവല്ലേ.
നല്ലൊരു പോസിറ്റീവ് നോട്ടോടു കൂടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാനിനി മുന്നോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ